കോട്ടയം വെള്ളൂരിലും കുറുവ സംഘമെന്ന സംശയം. വെള്ളൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വീട്ടിലും മോഷണം നടത്തി. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഈ മോഷണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? ഒപ്പം തന്നെ ഈ പട്രോളിംഗ് ഈ പ്രദേശങ്ങളിൽ ഇന്ന് ശക്തമാക്കിയിട്ടുണ്ടോ? ഇന്ന് പുലർച്ചെ വെള്ളൂരിലെ പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള കിഴക്കേപ്പറമ്പിൽ ഗോപാലകൃഷ്ണന്റെ വീട്ടിലാണ് ആദ്യം മോഷണം നടക്കുന്നത്. 24,900 രൂപയും അതോടൊപ്പം തന്നെ സമീപത്തുള്ള ജംഗ്ഷനിലെ മണികണ്ഠൻ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് 5,000 രൂപയുടെ ചില്ലറയുമാണ് മോഷ്ടാക്കൾ കവർന്നിട്ടുള്ളത്. ഈ മോഷ്ടാവിന്റെ CCTV ദൃശ്യം അവിടെയുള്ള ഒരു ക്യാമറയിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. ഇത് കുറുവ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു ആ മോഷ്ടാവിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറുവ സംഘമായിരിക്കാം ഇത് കവർച്ച നടത്തിയത് എന്നുള്ളൊരു അനുമാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഈ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ മാത്രമല്ല, സമീപത്തെ മറ്റ് 2 വീടുകളിലും മോഷണ ശ്രമവും നടക്കുകയുണ്ടായി. ഈ വെള്ളൂർ ഭാഗത്ത് ഇത്തരത്തിൽ മോഷണ ശ്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് എല്ലാ വീട്ടുകാരോടും രാത്രിയിൽ ലൈറ്റ് അണയ്ക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇതുപോലെ പോലീസ് പെട്രോളിങ്ങിനിടെ ഈ ഗോപാലകൃഷ്ണന്റെ വീടിന്റെ ലൈറ്റ് അണഞ്ഞു കിടക്കുന്നത് പോലീസ് ഇന്നലെ രാത്രി കണ്ടിരുന്നു. അതിനുശേഷം പോലീസ് അവിടെ എത്തി ഗോപാലകൃഷ്ണനോട് ലൈറ്റ് ഓണാക്കി ഇടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഗോപാലകൃഷ്ണൻ ലൈറ്റ് ഓണാക്കി വാതിൽ കുറ്റിയിടാതെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി തിണ്ണയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ഉറങ്ങിപ്പോയ സമയത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറി 24,900 രൂപ കവർന്നത്. കുറച്ച് ആഭരണങ്ങളും ആ വീട്ടിൽ നിന്നും കവർന്നിരുന്നു. പക്ഷെ ആഭരണങ്ങൾ പിന്നീട് മുക്കുബന്ധമാണെന്ന് മനസ്സിലാക്കിയതോടെ സമീപത്തെ പറമ്പിൽ അവ ഉപേക്ഷിച്ചിട്ട് മോഷ്ടാവ് കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് മോഷ്ടാവ് കിഴക്കേ പറമ്പിൽ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ വാതിലിൽ മുട്ടി മോഷണ ശ്രമം നടത്തിയത്. വീട്ടുകാർ പെട്ടെന്ന് ബഹളം വെച്ചതിനാൽ ആ മോഷണ ശ്രമം വിഫലമായി. ഒപ്പം സമീപത്തെ പുത്തൻപറമ്പിൽ ബാബുവിന്റെ വീട്ടിലും മോഷണ ശ്രമം നടന്നു. അവിടെ ബാബുവിന്റെ ഒരു ബന്ധു ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഓൺലൈൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ ആ മോഷണ ശ്രമവും വിഫലമാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ജംഗ്ഷനിലെ മണികണ്ഠ എന്ന് പറയുന്ന ഹോട്ടൽ കുത്തി തുറന്ന് 5,000 രൂപയുടെ ചില്ലറ പൈസകൾ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. നിലവിൽ ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഷ്ടാവിനായിട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ കോട്ടയത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും ഒപ്പം ഡോഗ് സ്ക്വാഡും എത്തിയിട്ട് പരിശോധനകളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്തുകൊണ്ട് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കുറുവ സംഘമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും വസ്ത്രധാരണമൊക്കെ സമാനമായതിനാൽ കുറുവ സംഘത്തിന്റെ ശ്രമം തന്നെ ആയിരിക്കാം എന്നുള്ളൊരു അനുമാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. സംഗീത. ശരി ഗോകുൽ, എന്തായാലും എല്ലാ ജില്ലകളിലും മോഷണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഗോകുൽ രമേശാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.